ചന്ദ്രശേഖർ, പോലീസ് ഉദ്യോഗസ്ഥർ, അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥിനികളെ, നമുക്കറിയാം ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ച്, ഏറ്റവും വലിയ വെല്ലുവിളി മയക്കുമരുന്നിൻ്റെ വ്യാപനമാണ്. നമ്മുടെ സംസ്ഥാനം ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞതാണ്. വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ, വിദ്യാഭ്യാസ രംഗത്ത് നമുക്കുണ്ടായ പുരോഗതി, സാക്ഷരത, ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലുണ്ടായിരുന്ന നേട്ടങ്ങൾ, ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ നിരവധി വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് ആ ഇൻഡെക്സ് പരിശോധിക്കുമ്പോൾ നമ്മൾ മുൻപന്തിയിലാണ്. ഇന്ന് പക്ഷേ മയക്കുമരുന്ന് വ്യാപനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറിയിരിക്കുന്നു എന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഞാൻ നിങ്ങളുടെ പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളെയെല്ലാം ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചാണ് പഠിപ്പിച്ചിരുന്നത്. അന്ന് പറയും ജനസംഖ്യ നിയന്ത്രിക്കണം, ജനസംഖ്യ ഒരുപാടായാൽ വലിയ പ്രശ്നമാവും, 200 കോടിയും 300 കോടിയും ഇന്ത്യയിലെ ജനസംഖ്യ ആവും എന്നെല്ലാം പഠിച്ചു വളർന്നവരാണ് ഞങ്ങളെല്ലാം. പക്ഷെ ഞാൻ വലുതായപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന വാക്ക് ജനസംഖ്യ നിയന്ത്രണം എന്നല്ല, പകരം കേൾക്കുന്ന മനോഹരമായ ഒരു വാക്ക് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നാണ്. ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ ജനസംഖ്യ. ആ ജനസംഖ്യ നമ്മുടെ സ്റ്റേറ്റിന്, നമ്മുടെ രാജ്യത്തിന് നൽകുന്ന ഡിവിഡൻഡ് ആണ്. ആരാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്? ചെറുപ്പക്കാരാണ്. നമ്മുടെ ജനസംഖ്യയുടെ 65% യങ്സ്റ്റേഴ്സ് ആണ്. അതാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. ജനസംഖ്യ നമുക്ക് നമ്മുടെ സ്റ്റേറ്റിന് നൽകുന്ന അഡ്വാൻറ്റേജ് ആണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. അത് ചെറുപ്പക്കാരാണ്. കാരണം എന്താ? അവർ ക്രിയേറ്റീവാണ്, അവർ കൺസ്ട്രക്റ്റീവാണ്. ഒരു 65% ചെറുപ്പക്കാരാകുമ്പോൾ ഒരു നാട് അത്ഭുതകരമായ, വിസ്മയകരമായ പുരോഗതിയിലേക്ക് കുതിച്ചുപായും എന്നാണ് ലോകത്തിന്റെ മുഴുവൻ കണക്ക്. അപ്പൊ നമ്മുടെ സ്വപ്നം എന്താണ്? നമ്മുടെ സ്വപ്നം നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ നാടിന്റെ പുരോഗതിയിലെ ഏറ്റവും വലിയ നാഴികക്കല്ല് എന്ന് പറയുന്നത് നാടിന്റെ യുവത്വമാണ്. ആ യുവത്വത്തെ മയക്കിക്കിടത്താൻ, അവരെ ഇല്ലാതാക്കാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇന്ന് മയക്കുമരുന്നാണ്. പലതരത്തിലുള്ള മയക്കുമരുന്നുകൾ കേരളത്തിൽ വ്യാപകമാവുകയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ശ്രദ്ധിച്ചോളണം, ക്രൈം, കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിൻ്റെ സ്വഭാവം മാറിയിരിക്കുന്നു, നേച്ചർ മാറിയിരിക്കുന്നു. വളരെ ബ്രൂട്ടലായിട്ടുള്ള, ക്രൂരമായിട്ടുള്ള രീതിയിലാണ് കുറ്റകൃത്യങ്ങൾ നടത്തുന്നത്. കാരണം അതിന് മയക്കുമരുന്നിൻ്റെ പിന്തുണയോടുകൂടിയാണ് അവർ ഈ ബ്രൂട്ടലായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുന്നത്. ജന്മം നൽകിയ മാതാപിതാക്കളെ കൊല്ലുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഡ്രഗ് അഡിക്റ്റ് പറഞ്ഞത്, ഞാൻ എൻ്റെ അമ്മയെ കൊന്നു. ആരാ അമ്മ? 10 മാസം ഗർഭാശയത്തിൽ വെച്ച് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ച് അവനെ പ്രസവിച്ച് കുഞ്ഞി കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി തൊട്ടിൽ കെട്ടി താരാട്ട് പാടി വളർത്തി ഇവൻ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ 3 നേരവും പ്രാർത്ഥനയോടുകൂടി വീട്ടിൽ കാത്തിരിക്കുന്ന ഒരു അമ്മയെ മകൻ കൊല്ലുകയാണ്. എനിക്ക് ജന്മം തന്നതിൻ്റെ പേരിലാണ് ഞാൻ എൻ്റെ അമ്മയെ കൊന്നത് എന്ന് അവൻ പോലീസിനോട് പറയുകയാണ്. എവിടെ എത്തി നിൽക്കുന്നു? എവിടെ എത്തി നിൽക്കുന്നു? അത്ര ഭയാനകമായൊരു സ്ഥിതിവിശേഷമുണ്ട്. പല കുടുംബങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ അവർ പുറത്തു പറയുന്നില്ല. എനിക്ക് ഒരുപാട് ആളുകൾ വന്ന്, ഒരുപാട് മാതാപിതാക്കൾ വന്ന് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു. ഞാൻ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഞങ്ങൾ ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നു. ഞാൻ നിറകണ്ണുകളോടെ പറഞ്ഞു, എൻ്റെ അടുത്ത് വന്ന് ഈ അഡിക്ട്സ് ഉള്ള വീടുകളിലെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് പുറത്തു പറയാൻ പറ്റില്ല. ആ കുടുംബങ്ങളിൽ അവരനുഭവിക്കുന്ന ദുഃഖം, അവരനുഭവിക്കുന്ന പീഡാനുഭവങ്ങൾ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇവരെ നിയന്ത്രിക്കുന്നത് അവരല്ല, ഈ മയക്കുമരുന്നാണ്. നമുക്കൊരു പ്രതിജ്ഞ എടുക്കണ്ടേ? ഈ മയക്കുമരുന്നിനെ നമ്മൾ കേരളത്തിന്റെ മണ്ണിൽ നിന്ന്, നമ്മൾ ഈ ശൃംഖലയെ നമ്മൾ ആട്ടി ഓടിക്കുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട.
അതിനാടിന്റെ യുവത്വത്തിന് വേണ്ടി ഈ നാട് മുഴുവൻ ഒറ്റക്കെട്ടായി എടുക്കുന്ന ഒരു തീരുമാനമാണ്. ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ മയക്കുമരുന്ന് ശൃംഖലയെ, ഈ മാഫിയയെ നമ്മൾ വാഴാൻ അനുവദിക്കില്ല. അവരെ വാഴാൻ അനുവദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, SKN40 ലഹരി വിരുദ്ധ യാത്രയിൽ നമ്മൾ ഗ്രൗണ്ടിൽ നേർക്കേണ്ട യാഥാർത്ഥ്യങ്ങളൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രി PDS പറയുന്നത്. ഓപ്പറേഷൻ തൂഫാൻ അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം അവിടെ നടക്കുകയാണ്. അതിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അതോടെ നമ്മുടെ വൻ വാർത്ത തൽക്കാലം പൂർത്തിയാകുന്നു. ഇനിയിപ്പോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.